ഏവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും നാടായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളും കൗമാരക്കാരും യൗവനക്കാരും അനേകർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിത നൈരാശ്യത്തിൽ ആത്മഹത്യകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 4 വർഷം മുമ്പ് വരെ അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ തീർത്തും നിരാശനായിരുന്ന, നഷ്ടബോധത്താൽ നേരിക്കൊണ്ടിരുന്ന എന്നിൽ യേശു ക്രിസ്തുവിന്റെ ആ നിസ്തുല്യ സുവിശേഷം കേട്ടതിനു ശേഷം എന്നിൽ വന്ന സമൂലമായ മാറ്റം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പുനലൂരിനടുത്ത് ഇളമ്പൽ തിരുവടി എന്ന കൊച്ചു ഗ്രാമത്തിൽ 1977 രവീന്ദ്രൻ പിള്ളയുടെയും ഓമനിയമ്മയുടെയും മകനായി പുതുപ്പള്ളി വീട്ടിൽ ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ ജനിച്ചു. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പൂപ്പനും അമ്മമ്മയും അച്ഛനും ഞാനും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. എൻ്റെ അപ്പൂപ്പൻ ഭക്തനും ഭാഗവതരുമായിരുന്നു. എൻ്റെ ജീവിതമാകുന്ന പുസ്തകം ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നു. വളരെ സുതാര്യമാണ്. കൂട്ടിച്ചേർക്കലുകളോ കൃത്രിമത്വമോ അതിഭാവത്വമോ ഒന്നുമില്ല. ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ ഗ്രാമീണ നിഷ്കളങ്കതയോടെ ഞാനിത് നിങ്ങളോട് പറയുന്നു. അനേകർ ഇന്ന് ലോകത്തിൽ ഭാവി പ്രതീക്ഷയും പ്രത്യാശയില്ലാത്തവരായി നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ നമ്മുടെ ലോകത്തുണ്ട്. ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ജീവിത നൈരാശ്യത്തിൽ തകർന്നവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇതൊരു പ്രചോദനമായി തീരും. ഒരു കുടുംബത്തിൽ ഇത് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് എൻ്റെ ജീവിതാനുഭവം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അധികാലത്ത് എഴുന്നേറ്റ് കുളിച്ച് ശരീരമാസകലം ഭസ്മം പൂശി ചന്ദനക്കുറിയിട്ട് പൂജാമുറിയിൽ കയറി നിലവിളക്ക് കത്തിച്ച് പ്രകാശപൂരിതമായ മുറിയിൽ സുഗന്ധം പരത്തുന്ന ചന്ദനത്തിരികളും നാമജപങ്ങളും മന്ത്രോച്ചാരണങ്ങളും രാമായണം ഭാഗവതം എന്നീ ഹൈന്ദവ മതഗ്രന്ഥ പാരായണങ്ങളും മുഖരിതമായ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. മറ്റു ഹൈന്ദവ കുടുംബത്തിലെ കുട്ടികളെ പോലെ തന്നെ ഞാനും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിലും മതവിശ്വാസങ്ങളിലും വളരെ നിഷ്ഠയോടുകൂടി ജീവിച്ച ഒരു ബാല്യകാലം എനിക്ക് ഓർത്തെടുക്കുവാൻ ഇപ്പോൾ കഴിയുന്നു. അധികാലത്തെ നാമജപങ്ങളും മന്ത്രോച്ചാരണങ്ങൾക്കും ശേഷം എൻ്റെ അപ്പൂപ്പൻ ഒറ്റത്തിറങ്ങി ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി മന്ത്രങ്ങൾ ജപിക്കുന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. വളരെ തുറന്ന മനസ്സോടുകൂടി വിമർശനത്തിനതീതമായി നിഷ്പക്ഷമായി എൻ്റെ അനുഭവസാക്ഷ്യം ശ്രദ്ധിക്കുന്ന ഏവർക്കും അത് അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വലിയ അമൂല്യമായ ഒരു നിധിയായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതേതെങ്കിലും ഒരു മതത്തെയോ ആചാരാനുഷ്ഠാനങ്ങളെയോ പുകഴ്ത്തുവാനോ ഇകഴ്ത്തുവാനോ വ്രണപ്പെടുത്തുവാനോ ഉള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല ഇത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മനസ്സുകൊണ്ടൊരിക്കലും ആഗ്രഹിച്ചിട്ട് ഈ സുവിശേഷം ഈ ഒരു വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് കേരളത്തിലുടനീളം അനേക കവലകളിലും ലക്ഷ്മീട് കോളനികളിലും ഗ്രാമപ്രദേശങ്ങളിലും വീതികളിലുമൊക്കെയും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശവും എങ്ങനെ ഒരു മനുഷ്യന് അത്തരം ആസക്തിയിൽ നിന്ന് രക്ഷ നേടാം എന്ന് കഴിയും, അത് സുവിശേഷത്തിലൂടെ എനിക്ക് വന്ന ആ ഒരു രക്ഷ മറ്റുള്ളവർക്കും പകർന്നു കിട്ടണമെന്നുള്ള അദമ്യമായ ആഗ്രഹത്തോടു കൂടി ഞാനത് അനേക സ്ഥലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് ഞാൻ വീണ്ടും കടന്നു വരുന്നു. വളരെ നിഷ്കളങ്കമായ ഒരു ബാല്യകാലമായിരുന്നു എൻ്റെത്. ബാല്യവും കൗമാരവും ശൈശവ കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതാനുഭവങ്ങളാണ് എന്നെ മാറ്റിമറിക്കപ്പെട്ട എൻ്റെ ജീവിതാനുഭവങ്ങൾ ഒത്തിരി എനിക്ക് ഓർത്തെടുക്കുവാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അവിസ്മരണീയമായ കാലഘട്ടങ്ങളാണ് നമ്മുടെ ശൈശവകാലം എന്ന് പറയുന്നത്. ഒത്തിരി സ്നേഹവും ഒത്തിരി കരുതലും ലഭിക്കുന്ന കാലഘട്ടമാണ്. അത് വളരെ സന്തോഷത്തിന്റെ ഒരു കാലഘട്ടമാണ്. ശൈശവത്തിൽ നിന്ന് പതുക്കെ കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ വളരെ ആരോഗ്യമുള്ള നല്ല
പ്രായത്തിൽ എൻ്റെ ആ ബാല്യകാലത്തിൽ തന്നെ മാരകമായ ഒരു രോഗം പിടിപെട്ടു. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയപ്പെടുന്ന ആ വിറയൽ രോഗം നീണ്ട 20 വർഷത്തോളം അച്ഛനെ വിടാതെ പിന്തുടർന്നു. ആ രോഗം എൻ്റെ അച്ഛനെ ശാരീരികമായി ദുർബലനാക്കിയെന്ന് മാത്രമല്ല, വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ പരസഹായമില്ലാതെ താഴെ വീണ് മണിക്കൂറുകൾ തറയിൽ കിടക്കും. പരസഹായത്തിന് ആരുമില്ലാതെ മൂത്രത്തിൽ പലപ്പോഴും കിടക്കുമായിരുന്നു, മണിക്കൂറുകൾ കിടക്കുമായിരുന്നു. ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ചെയ്യുവാൻ കഴിയാത്ത വളരെ ദുർഘടമായ സാഹചര്യത്തിലൂടെ എൻ്റെ പ്രിയ പിതാവ് കടന്നുപോയത് എനിക്കിപ്പോൾ വളരെ വേദനയോടെ ഓർത്തെടുക്കുവാൻ കഴിയുന്നു. എൻ്റെ കുടുംബത്തിൽ പതിയെ പതിയെ അനർത്ഥങ്ങളും ശാപങ്ങളും ദുർമരണങ്ങളും രോഗത്തിന്റെ കാഠിന്യവും കടന്നു വരുവാൻ തുടങ്ങി. എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ സമൂഹത്തിൽ നല്ല സൽപ്പേരുള്ളവരും നല്ല അധ്വാനശീലരും നല്ല കർഷകരും മാതൃകയുള്ള ജീവിതം നയിച്ചവരുമായിരുന്നു. അവർ വിശ്വസിച്ച ആ മതവിശ്വാസത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ദിനംതോറും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു. എന്നെയും തോളിലിരുത്തി വളരെ ശിശുവായിരിക്കുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ വിളമ്പൽ ക്ഷേത്ര ദർശനം നടത്തിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നു. ഓണവും വിഷുവും ദീപാവലിയും ചെറുപ്പും മണ്ഡലകാലങ്ങളും ഒക്കെയും ഞാൻ അത്യാഹ്ലാദത്തോടെ ആഘോഷിച്ചിരുന്നു. അതിലൊക്കെ ഞാൻ അന്ന് വളരെ സംതൃപ്തനായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിന്റെ യാത്രയിൽ ശൈശവകാലത്ത് എൻ്റെ പിതാവിന്റെ രോഗം എൻ്റെ കുടുംബത്തിന്റെ താളം തെറ്റിച്ചു. വളരെ സമ്പന്നമായും സമൃദ്ധിയുമായും ജീവിച്ചിരുന്ന എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ പതുക്കെ പതുക്കെ നഷ്ടങ്ങളും തകർച്ചകളും വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ഗതി ഓരോന്നായി മാറുവാൻ തുടങ്ങി. കോടിക്കണക്കിന് രൂപ വില വരുന്ന വസ്തുവകകളും റബ്ബറുകളും സ്ഥലങ്ങളുമൊക്കെയും പലപ്പോഴും വിൽക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നു. എല്ലാം പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു. എൻ്റെ കൂട്ടുകെട്ടുകൾ, എൻ്റെ ചുറ്റുപാടുകൾ, പലരുടെയും സ്നേഹത്താലുള്ള നിർബന്ധം അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിന്റെ ആവേശമൊക്കെ പതുക്കെ പതുക്കെ ലഹരിയിലേക്കും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ എന്നെ ആകർഷനാക്കി. പതിയെ പതിയെ ഞാൻ അതിൻ്റെയൊക്കെ അടിമയായി മാറിയ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പഠിക്കുവാൻ മിടുക്കനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കരികൊണ്ട് എൻ്റെ വീടിന്റെ ഭിത്തിയിൽ നല്ല ചിത്രങ്ങൾ, ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. പഠിക്കുവാൻ മിടുക്കനായിരുന്നു. നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. നല്ല പുസ്തക വായനാശീലം ഉണ്ടായിരുന്നു. എങ്കിലും ഞാനൊരു അന്തർമുഖനായിരുന്നു. വളരെ നിഷ്കളങ്കനായിരുന്നു ബാല്യകാലത്തിൽ നിന്ന് എൻ്റെ കൗമാരക്കാലത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില പരുക്കൻ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കുവാൻ ഒരു അധ്യാപകന്റെ അടുത്ത് തന്നെ ട്യൂഷന് കൊണ്ടാക്കി. ആ മനുഷ്യന്റെ ചില പ്രവൃത്തികൾ എന്നെ ശാരീരികമായി ലൈംഗികമായിട്ടുള്ള ചില പീഡനങ്ങളുമൊക്കെയും എൻ്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. പഠിത്തത്തിലുള്ള എൻ്റെ ശ്രദ്ധ കുറഞ്ഞു. മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിൽ വളരെ പരാജയമായി മാറി. ഡിസ്റ്റിങ്ഷൻ ലഭിക്കുമെന്ന് എല്ലാവരും, എൻ്റെ വീട്ടുകാരും സമൂഹവും ഒക്കെ ഞാൻ വിശ്വസിച്ചിരുന്ന ഞാൻ കഷ്ടിച്ച് SSLC പാസ്സായി. കുടുംബത്തിൽ ഏതാണ്ട് 10ഓളം ഡോക്ടർമാർ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ ഒരു ഡോക്ടറായി കാണണമെന്നുള്ളതായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ ഞാനൊരു അറിയപ്പെടുന്ന ഭാഗവത പാരായണക്കാരനായി മാറണമെന്നായിരുന്നു അപ്പൂപ്പൻ്റെ ആഗ്രഹം. അങ്ങനെ ആ സാഹചര്യത്തിൽ നിന്ന് കൗമാരക്കാലത്തിലുള്ള പരുക്കൻ അനുഭവങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെയും എന്നെ സാമൂഹ്യ തിന്മകളിലേക്കും അനുസരണക്കേടിലേക്കും ഒക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. വിദ്യാഭ്യാസം പാടെ തകർന്നു. പ്രീഡിഗ്രിയോടുകൂടി എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് അവിടെ നിർത്തേണ്ടി വന്നു. സിനിമ കണ്ടും കറങ്ങിയും മദ്യപിച്ചും നാളുകൾ തള്ളി നീക്കി. ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവനായി. എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയത്തില്ല. അങ്ങനെ ചരട് പൊട്ടിയ ഒരു പട്ടം പോലെ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ദിശാബോധം നഷ്ടപ്പെട്ടവനായി നടന്നവനായിരുന്നു ഞാൻ. പതുക്കെ പതുക്കെ ജീവിത നൈരാശ്യത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട് കൂട്ടുകെട്ട് വിദ്യാഭ്യാസം തകർന്നു. ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത ധിക്കാരിയായി, ഒരു തികഞ്ഞ അഹങ്കാരിയായി, ആർക്കും വിധേയപ്പെടാതെ എന്നെ പ്രസവിച്ച അമ്മ പോലും പറഞ്ഞാൽ അനുസരിക്കാതെ ഞാൻ നടന്ന ഒരു കാലഘട്ടം എനിക്കിപ്പോൾ ഓർത്തെടുക്കുവാൻ കഴിയുന്നു.
ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം കൗമാരക്കാരും അവരുടെ അമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് എൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരു വലിയ മാറ്റത്തിന് കാരണമായി തീരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരിക്കലും ഞാൻ ഒരു സുവിശേഷകനാകുമെന്നോ ഒരു ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുമെന്നോ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരാളല്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരുപാട് പേർ വ്യത്യസ്ത സഭകളിലും പൗരോഹിത്യ ചുറ്റുപാടുകളിലും ജീവിക്കുന്നവരുണ്ട്. അതിൽ പെന്തക്കോസ്ത് അനുഭാവികളുണ്ട്, മർത്തോമക്കാരുണ്ട്, യാക്കോബക്കാരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, ബ്രദറൻകാരുണ്ട്, ഇങ്ങനെ പലരുമുണ്ട്. പക്ഷേ എൻ്റെ ചില കൂട്ടുകെട്ടുകളിൽ എൻ്റെ ഹൃദയത്തിൽ വീണ് കിട്ടിയ ചില തീവ്ര വർഗീയ നിലപാടുകളും ചിന്താഗതികളും എൻ്റെ കൗമാരകാലത്തിൽ തന്നെ ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും ഒക്കെയുള്ള ഒരു വലിയ വെറുപ്പ് എൻ്റെ ഉള്ളിൽ വിദ്വേഷമായി പകയായി വളരുവാനിടയായി. അപ്പൊ ഞാൻ കേട്ടതും ഞാൻ അവരിൽ നിന്ന് സ്വീകരിച്ചതുമായ ചില കാര്യങ്ങൾ പെന്തക്കോസ്തുകാരും ക്രിസ്ത്യാനികളും, പ്രത്യേക പെന്തക്കോസ്ത് സമുദായക്കാരെന്ന് പറയുന്നത് എന്നെ പോലെയുള്ള ഹിന്ദുക്കളെ മതം മാറ്റുന്നവരും അങ്ങനെ മതം മാറ്റുന്ന ഒരു നിഗൂഢ പദ്ധതിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ള ഒരു ആശയം എൻ്റെ ചെറിയ മനസ്സിൽ എനിക്ക് അന്ന് കിട്ടി. അപ്പോൾ ആ കാഴ്ചപ്പാടിൽ ഞാൻ അവരെ ആ കാഴ്ചപ്പാടിൽ വർഗീയമായ വേർതിരിവോടെ കാണുവാൻ ഞാൻ ശീലിച്ചു. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരെ, ക്രിസ്ത്യൻ കൂട്ടുകാരെ പോലും ഞാൻ മദ്യത്തിന് അടിമപ്പെട്ട് വടിവാളുമായി വെട്ടാൻ ചെന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. എൻ്റെ അയൽപക്കങ്ങളിൽ താമസിച്ചിരുന്ന ക്രിസ്ത്യാനികളെയൊക്കെ ഞാൻ വെറുപ്പോടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഞാൻ വളരെ അവരെ വേദനിപ്പിച്ചിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഞാൻ അവരെ വേദനിപ്പിച്ചിരുന്നു. പലപ്പോഴും പോലീസ് കേസുകളും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെയായി ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ അമ്മയോട് പലരും പരാതി പറയുമായിരുന്നു. ഉറക്കം നഷ്ടപ്പെട്ട എൻ്റെ അമ്മ അനേക രാത്രികളിലിരുന്ന് കരയുന്നത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അന്നൊന്നും എനിക്ക് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ലൊരു മനുഷ്യനായി ജീവിക്കണമെന്ന്. അങ്ങനെ ഞാൻ പല ജോലികളും ചെയ്തു, ഒത്തിരി ജോലികൾ ചെയ്തു. അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ തന്നെ അത് പറയുവാൻ തന്നെ മണിക്കൂറുകൾ വേണ്ടിവരും. 2 പ്രാവശ്യം ഞാൻ ഗൾഫിൽ പോയി, അവിടെയും തികഞ്ഞ പരാജയമായിരുന്നു. അവിടെ വെച്ച് എൻ്റെ പാസ്പോർട്ട് പോലും നഷ്ടപ്പെട്ടത് മടക്കി കിട്ടുവാൻ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈവച്ച എല്ലാ മേഖലകളും തികഞ്ഞ പരാജയവും സാമ്പത്തിക നഷ്ടങ്ങളായി മാറി. ഒന്നിനും ഞാൻ വിജയിച്ചില്ല. ഈ സമയങ്ങളിൽ അമ്മ എനിക്ക് വേണ്ടി ഒത്തിരി കരഞ്ഞു. ഒത്തിരി നേർച്ചകളും വഴിപാടുകളും കാണിക്കകളും അർപ്പണങ്ങളും തർപ്പണങ്ങളും പൂജകളും ഹോമങ്ങളും ഒക്കെയായി കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടും നിരവധി മഹാക്ഷേത്രങ്ങളും കാവുകളും കുടുംബ പരദേവതാ ക്ഷേത്രങ്ങളും ഒക്കെ തിരക്കി പിടിച്ചു പോയി. ഒന്ന് നല്ലവനാകുവാൻ, ഒന്ന് ആശ്വാസം ലഭിക്കുവാൻ, ഒരു നല്ല മനുഷ്യനായി തീരുവാൻ, നല്ലൊരു ജീവിതം നയിക്കുവാൻ എൻ്റെ പാരമ്പര്യ വിശ്വാസങ്ങളിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെയും പോയി. കേരളത്തിലുള്ള പ്രമുഖരായ പല ജ്യോതിഷന്മാരുടെയും അടുത്തുപോയി മണിക്കൂറുകൾ ക്യൂ നിന്ന് അവരോട് ആലോചന കേട്ട് പൂജകളും ഹോമങ്ങളും ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടബോധത്താൽ നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, പാപത്തിന്റെ അഗാധ കൃത്യങ്ങളിൽ ഞാൻ താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ആശ്വാസത്തിന്റെ വാക്കുകൾ എങ്ങും എനിക്ക് കേൾക്കുവാൻ സാധിച്ചില്ല. ബന്ധുക്കളെയൊക്കെ ഞാൻ വെറുപ്പോടെ അകറ്റി. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടിൽ ഒരു കല്യാണം പോലും ആരും പറയാൻ പറ്റാതെ വരാത്ത സാഹചര്യം ഉണ്ടായി. പലരും രഹസ്യമായും പരസ്യമായും പറഞ്ഞു, ഇവൻ എന്താണ് സംഭവിച്ചത്? എൻ്റെ സ്വഭാവം കണ്ട് പലരും പറഞ്ഞു, ഇവൻ ഒരിക്കലും ഗതി പിടിക്കത്തില്ല എന്ന് പലരും പറഞ്ഞായിരുന്നു. അവരോട് ആരോടും എനിക്ക് യാതൊരു വേദനയോ വിദ്വേഷമോ പകയോ ഒന്നുമില്ല. എൻ്റെ പച്ചയായ ജീവിത അനുഭവങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെയും എൻ്റെ അമ്മയും ഞാനും നിരന്തരമായി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയും അനേക സ്ഥലങ്ങളിൽ പോവുകയൊക്കെയും ചെയ്തു. അതിനുവേണ്ടി 100 കിലോമീറ്ററുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സഞ്ചരിക്കുകയും ഭിക്ഷാന്തേഹിയായി നഗ്നപാതനായി കാലങ്ങൾ സഞ്ചരിച്ചു. മോക്ഷത്തിന് വേണ്ടി നല്ലവനാകുവാൻ, ആശ്വാസം ലഭിക്കുവാൻ, ഒന്ന് സമാധാനമായി കിടന്നുറങ്ങുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചു. മദ്യം എനിക്ക് കൂട്ടായിരുന്നു. എൻ്റെ അമ്മയെക്കാട്ടിലും എൻ്റെ രക്തബന്ധത്തെക്കാട്ടിലും മറ്റെന്തിനെക്കാട്ടിലും കൂടുതൽ മദ്യത്തിനെയും ലഹരിയെയും ഒക്കെ ഞാൻ സ്നേഹിച്ചു. തീർത്തും ഞാനൊരു മദ്യപാനിയായി മാറി. ബന്ധങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയി.
ഞാൻ രക്ഷയ്ക്ക് വേണ്ടി ചരട് ജപിച്ചു കെട്ടുകയും യന്ത്രങ്ങളും നവരത്ന മോതിരങ്ങളും ഒക്കെയും ജപിച്ചു കെട്ടുകയും കേരളത്തിൽ തന്നെ ഒത്തിരി അകവൂർ, കാനാടി ചാത്തൻ സേവ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി തേങ്ങ ഉരുട്ടല്, വെറ്റില ജ്യോതിഷം, ഏട് ജ്യോതിഷം, കബഡി ജ്യോതിഷം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ ആശ്രയിച്ചു. അവിടെ നിന്നൊക്കെ കിട്ടുന്ന കുറിപ്പടിയുമായി ഞാൻ ഒത്തിരി പൂജകളും കാര്യങ്ങളും ഒക്കെയും ചെയ്തു. അവസാനം ഞാൻ ചെങ്ങന്നൂര് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഏട് ജ്യോതിഷം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ചെന്ന് 1000 രൂപ ദക്ഷിണ കൊടുത്തു. അവർ കുറെ ഏടുകൾ എടുത്തു നോക്കിയിട്ട് പറഞ്ഞു, താങ്കളുടെ പ്രശ്നങ്ങളുടെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ദോഷങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആകാംക്ഷയോടെ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, താങ്കൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരു വലിയ വ്യാപാരി കുടുംബത്തിൽ, തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിക്കടുത്ത് ഉറയൂർ എന്ന ഗ്രാമത്തിൽ ഒരു വ്യാപാരി കുടുംബത്തിൽ ജനിച്ച് ഒത്തിരി പാപങ്ങളും നീചപ്രവൃത്തികളും ഒക്കെ ചെയ്ത് പലരെയും വഞ്ചിക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്തു. അവസാനം മരണസമയത്ത് പാപബോധമുണ്ടായെങ്കിലും പാപപരിഹാരം ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ജന്മത്തിൽ ഞാൻ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് പരിഹാരമായി എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവരൊരു നീണ്ട ലിസ്റ്റ് എഴുതി തന്നു. തമിഴ്നാട്ടിലെ ലോകപ്രശസ്ത നവഗ്രഹ ക്ഷേത്രങ്ങളായ സൂര്യനാർ കോവിൽ, ബുധ ക്ഷേത്രം, അങ്ങനെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി ഒത്തിരി പൂജകളും കാര്യങ്ങളും നെയ്വിളക്ക് സമർപ്പണവും ഒക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ കടം വാങ്ങിച്ച പൈസയുമായി എനിക്കറിയാവുന്ന തമിഴുമായി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തമായ ഒരു ശബ്ദം ഞാൻ കേട്ടു, മകനെ, നീ എവിടെ പോയാലും രക്ഷപ്പെടില്ല, നീ സ്നാനപ്പെടണം, ഞാനാണ് രക്ഷകൻ, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും രക്ഷ നേടുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ശബ്ദം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ജീവിതത്തിൽ വിളമ്പൽ താമസിക്കുമ്പോൾ തന്നെ എൻ്റെ കൂട്ടുകെട്ടുകാർ പലപ്പോഴും എൻ്റെ നശിച്ചു പോകുന്ന സാഹചര്യം കണ്ടപ്പോൾ 1-2 പ്രാവശ്യം വളരെ വെറുപ്പോടും വിദ്വേഷത്തോടും അകറ്റിക്കൊണ്ടിരുന്ന പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോകുവാൻ എനിക്ക് അവസരം കിട്ടി. അങ്ങനെ ഞാൻ ആദ്യമായി അഞ്ചലൊരു കൂട്ടായ്മയിൽ പോയി. അവിടെ വെച്ച് എനിക്ക് പ്രത്യേകമായിട്ടൊന്നും അനുഭവപ്പെട്ടില്ല. ഒത്തിരി ദൈവമക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ആത്മാവിൽ ആരാധിക്കുന്നതും ഒക്കെയും കണ്ടു. ഞാൻ മടങ്ങി വന്നു. അതിനുശേഷം വീണ്ടും പഴയ പാരമ്പര്യത്തിൽ, പഴയ സ്വഭാവത്തിൽ തന്നെ ഞാൻ തുടർന്നു പോയിക്കൊണ്ടിരുന്നു. എന്റെ വീടിനടുത്ത് പെന്തക്കോസ്തുകാരായ പല പ്രിയപ്പെട്ടവരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞാൻ വേദനിപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും തുടങ്ങി. എന്റെ വീടിന്റെ അടുത്ത് ഒരു സാധുവായ മനുഷ്യൻ ഒരു തയ്യൽ കട നടത്തിയിരുന്നു, എബനേസർ ടൈലേഴ്സ് എന്ന പേരിൽ. ആ മനുഷ്യന്റെ റോയി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ സഹോദരന്റെ കടയുടെ ബോർഡ് അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനായതിന്റെ പേരിൽ ഞാൻ മനഃപൂർവ്വമായി എറിഞ്ഞു തകർക്കുകയും അദ്ദേഹത്തിന് പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുകയും ഒത്തിരി ബുദ്ധിമുട്ടിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ എഴുത്തുമായി വരുന്ന പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്ന ജോർജാനെ അദ്ദേഹം ബൈക്ക് 2 വീലർ ഓടിക്കുവാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 2 വീലർ മാത്രം കടന്നു വരുന്ന വഴിയിൽ കല്ലുകൾ പറക്കി വെച്ച് ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. അതുപോലെ തന്നെ എന്റെ വീടിന്റെ അവിടെ ഇളമ്പൽ തിരുവഴിയിൽ ഒരു TPM എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്ത് സഭയുടെ ചർച്ചിന്റെ സമർപ്പണത്തിന് മനഃപൂർവ്വമായി കാറുകൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി അവർക്ക് വഴി തടസ്സം സൃഷ്ടിച്ചിരുന്നു. പെന്തക്കോസ്തുകാരുടെയും ക്രിസ്ത്യാനികളുടെയും കടയിൽ പോയി ഞാനൊരു ചായ പോലും ഞാൻ കുടിക്കത്തില്ലായിരുന്നു. ഇങ്ങനെ മാനസികമായി വളരെ ഞാൻ വെറുത്തിരുന്ന ഒരു വിഭാഗമായിരുന്നു പെന്തക്കോസ്ത് സമുദായം എന്ന് പറയുന്നത്. അങ്ങനെ അതിനുശേഷം ഞാൻ ജീവിതത്തിൽ ജോലിക്കായി പല സ്ഥലങ്ങളിലും കടന്നുപോയപ്പോൾ ഗുജറാത്തിൽ കടന്നുപോകേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നു. അവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരൻ ബാബു ഞാനും കൂടി അവിടെ ഒരു ആരാധനയ്ക്ക് ഞാൻ കടന്നുപോയി. ഞാൻ കടന്നുപോയത് പ്രത്യേകിച്ച് ഭക്തി കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഒന്നും അല്ലായിരുന്നു. അവിടെ കടന്നുപോയപ്പോൾ ഒരു ദിവസം അവിടെ കടന്നു ചെന്നപ്പോൾ ആരാധന കഴിഞ്ഞതിന് ശേഷം നല്ല ഭക്ഷണം കിട്ടും, അതുകൊണ്ടാണ് ഞാൻ കടന്നുപോയത്. ഞാൻ അവിടെ നിന്ന് ഡ്രം എടുത്ത് അടിച്ച് പണ്ടത്തെ ഒരു നാടകഗാനം ഞാൻ അവിടെ നിന്ന് ഉച്ചത്തിൽ പാടുകയും ബാബു എന്ന സഹോദരൻ ഡ്രം അടിക്കുകയും ഞാൻ അവിടെ നിന്ന് ഹല്ലേലൂയ പറഞ്ഞ് പാടിയതൊക്കെ ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അപ്പോൾ വിശ്വാസികൾ പ്രാർത്ഥന തുടങ്ങിയെന്ന് പറഞ്ഞ് ഓടി വരുന്നത് ഓർക്കുന്നു. ഇങ്ങനെ ഒത്തിരി കുസൃതികൾ, ഒത്തിരി
ബുദ്ധിമുട്ടുകൾ ഞാനിങ്ങനെ മനഃപൂർവ്വമായി പെന്തക്കോസ്ത് സമുദായത്തിനെതിരെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സാഹചര്യത്തിൽ അവരൊക്കെയും ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ഓർക്കുന്നത്. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എൻ്റെ വീടിനടുത്തുള്ള പെന്തക്കോസ്ത് സമുദായത്തിൽ അവിടുത്തെ തലമുറകളൊക്കെയും വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ജീവിക്കുന്നവരും അവരുടെ മാതൃകയുള്ള ജീവിതവും അച്ചടക്കവും ഒക്കെ ഞാൻ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ മാത്രം നശിച്ചു പോകുന്നത്? അവരൊക്കെയും എന്നെക്കാട്ടിൽ കഴിവ് കുറഞ്ഞവരും പഠിക്കുവാൻ അധികം ബുദ്ധിയും കഴിവില്ലാത്തവരാണെങ്കിലും അവരൊക്കെയും കറക്റ്റ് സമയത്ത് പഠനം പൂർത്തിയാക്കുകയും വീടുകൾക്കുള്ളിൽ തന്നെ ഇരുന്ന് മാതാപിതാക്കൾ പറയുന്നതൊക്കെയും കേട്ട് അനുസരിച്ച് വളരെ ഭക്തിയോടെ ജീവിക്കുകയും നല്ല ജോലികൾ അവർക്ക് ലഭിക്കുകയും ആത്മീയമായും ഭൗതികമായും ഒക്കെ അവരുടെ ഉയർച്ച കണ്ടുകൊണ്ടിരിക്കുകയും അസൂയോടെ ഞാൻ ഈ പെന്തക്കോസ്ത് സമുദായത്തെ നോക്കിക്കണ്ടിരുന്ന ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ, എൻ്റെ കുടുംബവും ഞാനും എൻ്റെ അച്ഛൻ രോഗത്താൽ വളരെ ഭാരപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീട്ടിൽ അനർത്ഥങ്ങളും ശാപങ്ങളും ദുർമരണങ്ങളും ഓരോന്നായി കടന്നു വരുന്നു. എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഒരു ചിറ്റപ്പൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്നു. നല്ല സൗന്ദര്യം ആരോഗ്യമുള്ള മനുഷ്യൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നിസ്സാരമായ ഒരു കാരണത്താൽ സ്നേഹിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ പട്ടാളത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു ദുർമരണം ഉണ്ടായി. അതിനുശേഷം എൻ്റെ അച്ഛൻ രോഗിയായി മാറി. എൻ്റെ ഒരു ചിറ്റപ്പൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്ന ആ ചിറ്റപ്പനും പാരാലിസിസ് വന്ന അസുഖം പിടിപെട്ട് ഒരു സൈഡ് തളർന്ന് അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിൽ കടന്നു പോകുന്നു. എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അതുപോലെ എൻ്റെ അമ്മയുടെ കുടുംബത്തിലും വളരെ ദുർമരണങ്ങളും ശാപങ്ങളും അനർത്ഥങ്ങളും ഓരോന്നായി കടന്നു വന്നു. എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു മാമൻ ആത്മഹത്യ ചെയ്തു. വേറൊരു മാമൻ നാട് വിട്ടുപോയി, എവിടെയാണെന്ന് പോലും അറിയില്ല. അതിനുശേഷം വേറൊരു മാമൻ ക്യാൻസർ വന്ന് രക്തം ഛർദ്ദിച്ച് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. എൻ്റെ അമ്മയുടെ ചേട്ടത്തി ക്യാൻസർ വന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഒരു മാമന്റെ മകൻ ഒരു വാഹനാപകടത്തിൽ മരിച്ചുപോയി. ആ മാമന്റെ ഇളയ മകൻ കഴിഞ്ഞിടയ്ക്ക് ആത്മഹത്യ ചെയ്തു എന്ന് എനിക്കറിയാൻ സാധിച്ചു. ഇങ്ങനെ അനർത്ഥങ്ങളും ശാപങ്ങളും നിറഞ്ഞ കുടുംബ പശ്ചാത്തലമായിരുന്നു എൻ്റെത്. ഈ സമയത്തും പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് രക്ഷയ്ക്കായി, മോക്ഷത്തിനായി, സമാധാനത്തിനായി, നല്ലവനാകുവാൻ, നല്ലൊരു ജീവിതം നയിക്കുവാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുവെങ്കിലും പലപ്പോഴും എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മദ്യത്തിനും ലഹരിക്കും സാമൂഹ്യ തിന്മകൾക്കും അടിമപ്പെട്ടു പലരെയും ഉപദ്രവിച്ചും പോലീസ് കേസുകളും വഴക്കുകളും പ്രശ്നങ്ങൾക്കും ഒക്കെ വിധേയനായി എൻ്റെ ജീവിതം തന്നെ തകർന്നുകൊണ്ടിരുന്നു. ഒരു ഡോക്ടറാകുവാൻ ആഗ്രഹിച്ച എൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ ഏറ്റവും തകർന്നവനായി ഇളം പ്രദേശത്ത് ഒരു പേപ്പട്ടിയെ പോലെ, ഒരു തെരുവ് നായയെ പോലെ അലഞ്ഞു നടന്ന നാളുകൾ എൻ്റെ മുന്നിലുണ്ട്. ആ സമയത്ത് ഒരു നല്ല വാക്ക് ആരും പറഞ്ഞാൽ ഞാൻ അനുസരിക്കത്തുമില്ല. എൻ്റെ ബന്ധുക്കളൊക്കെയും എന്നിൽ നിന്ന് അകന്നു തുടങ്ങി. കാരണം അവരുടെ കുറ്റമല്ല, എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് അവരൊക്കെ എന്നിൽ നിന്ന് അകന്നു തുടങ്ങിയത്. അങ്ങനെ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടവനായി നിരവധി ജോലികൾ ഞാൻ ചെയ്തു. ആധാരം എഴുത്തിന് പോയി, ഇലക്ട്രീഷ്യന്റെ കോഴ്സ് പഠിച്ചു, സെക്യൂരിറ്റി സൂപ്പർവൈസറായി, ഫോർമാനായി. ഞാൻ അതിനുശേഷം പ്രീ ഡിഗ്രിയുടെ പഠനം നിർത്തി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി. ഒത്തിരി കമ്പ്യൂട്ടർ കോഴ്സുകൾ പഠിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ +2 പാസ്സായതിനു ശേഷം ഇപ്പോൾ നിലവിൽ ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഇഗ്നോയിൽ BA സൈക്കോളജി എന്ന വിഷയം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി ജോലികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തതൊക്കെയും വളരെ പരാജയമായി മാറി. കോടിക്കണക്കിന് രൂപ വരുന്ന വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛൻ നീണ്ട 20 വർഷം മാരകമായ രോഗത്തോട് മല്ലുപിടിച്ച് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും പലപ്പോഴായി മരണത്താൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അമ്മ എൻ്റെ അച്ഛന് വേണ്ടി ഒത്തിരി ശാരീരികമായി ബുദ്ധിമുട്ടി, മാനസികമായി എൻ്റെ പ്രശ്നങ്ങൾ മൂലം നീറിയ ജീവിതത്തിൽ എൻ്റെ അമ്മ ഇന്ന് നിത്യരോഗിയായി മാറിയിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ദുഃഖവും നൊമ്പരങ്ങളും വിങ്ങിപ്പൊട്ടുന്ന ഒരവസ്ഥ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. കാരണം ഒരു മകൻ എന്നുള്ള ഒരു കടമ എൻ്റെ അച്ഛനോട് നിർവഹിക്കാൻ കഴിയാത്ത ഒരു ജീവിതമായിരുന്നു ഞാൻ നയിച്ചിരുന്നത്. അതിൽ നിന്നൊക്കെയും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ബാല്യവും കൗമാരവും ശൈശവത്തിനൊക്കെ ശേഷം ഞാൻ യൗവനത്തിലേക്ക് കടന്നു. ഞാൻ വിചാരിച്ചു, ഈ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ വീടും സ്ഥലവും വിറ്റ് മാറി താമസിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ വീടും സ്ഥലവും പലപ്പോഴും ഞാൻ 1-2 പ്രാവശ്യം വിറ്റു. അങ്ങനെ മാറി താമസിച്ചിട്ടും ചെല്ലുന്നിടത്തൊക്കെയും പ്രശ്നങ്ങളുടെ ഒരു വലിയ
ഒരു കൂമ്പാരം തന്നെ എന്നെ തേടി വന്നത്. 30-ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി. അതിനുശേഷം ഞാൻ ആദ്യമായി ഗൾഫിൽ പോയി. അവിടെ വെച്ച് അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന, ഞാനും ഭാര്യയും താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്ലാറ്റിൻ്റെ അടുത്തൊരു ചേച്ചി, മിനി എന്ന് പറയുന്ന ഒരു ചേച്ചി എൻ്റെ വൈഫിനോട് ചോദിച്ചു, മോളെ നിന്റെ പേരെന്താണ്, നീ എവിടെ നിന്ന് വരുന്നു, നിനക്ക് കുഞ്ഞുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. അവിടെ വെച്ച് എൻ്റെ ഭാര്യ വളരെ വേദനയോട് പറഞ്ഞു, മക്കളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി വളരെ ആത്മാർത്ഥമായി ഞങ്ങളിങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ ഞങ്ങളുടെ മുറിയിൽ ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചയും. 5-6 കുടുംബങ്ങളുണ്ട്, നിങ്ങൾ കടന്നു വരണമെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഭാര്യയും കൂടി 1 മാസത്തോളം ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം, വളരെ വിശുദ്ധരായ ഒരു കൂട്ടം കുടുംബങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിച്ചു. ഞാനും വളരെ അനുതാപത്തോടു കൂടി ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും, പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കഴിയുന്ന ഒരു ദൈവം ഈ ലോകത്തിലുണ്ടെന്നും എനിക്ക് മനസ്സിലായി. എൻ്റെ ഭാര്യ പ്രഗ്നന്റായി. എനിക്ക് ഒരു ആൺകുഞ്ഞിനെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എനിക്ക് തന്നു. അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റവും വലിയൊരു അനുഗ്രഹവും എനിക്കൊരു മകനെയും കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, യേശുക്രിസ്തു എന്ന ദൈവം സത്യദൈവമാണെന്നും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണെന്നും അവിടെ വെച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. പക്ഷേ അതിനുശേഷം എൻ്റെ ഭാര്യ വീണ്ടും പിന്മാറി പാരമ്പര്യത്തിലേക്ക് പോയി. ആ പ്രിയപ്പെട്ടവരെന്നെ അവിടെ വെച്ച് സ്നാനപ്പെടുവാൻ നിർബന്ധിക്കുകയും സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരികയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഭാര്യയുടെ എതിർപ്പ് കാരണം ഞാൻ അവിടെ നിന്ന് വീണ്ടും നാട്ടിൽ മടങ്ങി വന്നു. വീണ്ടും പഴയ രീതിയിലേക്ക് എൻ്റെ ജീവിതം കൊണ്ടുപോയി. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് ഗൾഫിൽ പോകുവാൻ സാധിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ ശീലിച്ചതോ ഞാൻ പഠിച്ചതോ ആയ ജോലി ആയിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എനിക്ക് അനുഭവപ്പെട്ടു. വീണ്ടും ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഞാൻ മദ്യക്കുപ്പികളുമായി നിരന്തരം ആ ഒരു ബന്ധത്തിൽ ഞാൻ ജീവിച്ചു. അവസാനം എനിക്ക് ആ കമ്പനിയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചു, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ദൈവമുണ്ടോ, എന്നെ മാറ്റാൻ കഴിയുന്ന, എന്നെ രക്ഷിക്കാൻ കഴിയുന്ന, എന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയുന്ന, മദ്യപാനത്തിൽ നിന്നും ലഹരിയിൽ നിന്നും തകർച്ചയിൽ നിന്നും എൻ്റെ ഈ ദുഷിച്ച സ്വഭാവത്തിൽ നിന്നും എന്നെ വിടുവിക്കാൻ കഴിയുന്ന, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ വിടുവിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ദൈവമുണ്ടോ എന്ന് ഞാൻ ഉറക്കെ നിലവിളിച്ചു. എൻ്റെ പാരമ്പര്യ വിശ്വാസത്തിൽ ഞാൻ നിലവിളിച്ചു. പക്ഷേ അവിടെയൊന്നും എൻ്റെ പ്രാർത്ഥന, എൻ്റെ പാരമ്പര്യമോ എൻ്റെ വിശ്വാസങ്ങളോ ഒന്നും എന്നെ രക്ഷിക്കാൻ കടന്നു വന്നില്ല. അവസാനം ഞാൻ അവിടെ നിന്ന് നിലവിളിച്ചു. എൻ്റെ ആ നിലവിളി പൊട്ടിക്കരഞ്ഞ് ഞാൻ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായ ഒരു പ്രേരണ എൻ്റെ ഹൃദയത്തിൽ വന്നു. പാരമ്പര്യം എന്നേക്കുമായി ഉപേക്ഷിക്കുവാനും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും സ്നാനപ്പെടുവാനും ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു. അങ്ങനെ ആ തീരുമാനമെടുത്തപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾക്ക് അവിടെ ഒരു പരിഹാരമുണ്ടായി. ഞാൻ അവിടെ നിന്ന് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വരികയും അതീവ രഹസ്യമായി ഒരു പാസ്റ്റർ കൈക്കീഴിൽ ഞാൻ കല്ലടയാറ്റിൽ സ്നാനപ്പെടുകയും ആ സ്നാനത്തോടു കൂടി എൻ്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി. എനിക്ക് പാപത്തെക്കുറിച്ച് ബോധമുണ്ടായി. ഞാൻ പൊട്ടിക്കരയുവാൻ തുടങ്ങി, മണിക്കൂറുകൾ കരയുവാൻ തുടങ്ങി. ഞാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിച്ച ഇളമ്പലുള്ള എൻ്റെ അയൽക്കാരായ ക്രിസ്ത്യാനികളുടെയൊക്കെയും വീട്ടുകളിൽ പോയി അവരോട് ഞാൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ദൈവനാമത്തിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുവാൻ എനിക്കിടയായി. പതുക്കെ പതുക്കെ മദ്യപാനത്തിൽ നിന്നും ലഹരിയിൽ നിന്നും എൻ്റെ ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നുമൊക്കെയും എനിക്കൊരു വലിയ മാറ്റം യേശു കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ ഓരോ മാസങ്ങൾ കഴിയും തോറും ഗ്രാജുവലായി എൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അതിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-7 പ്രകാരം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു, ഇതാ പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. ആ വചനം പോലെ ഞാനൊരു പുതിയ മനുഷ്യനായി, എന്നിൽ കുടിയിരുന്ന അന്തർലീനമായ മൃഗീയമായ കുറ്റവാസനകളും പകയും വിദ്വേഷവും പൂർണ്ണമായി മാറി മനുഷ്യനെ സ്നേഹിക്കുവാനും സ്നേഹമെന്തെന്നും ഞാൻ അറിഞ്ഞത്
യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷവും ആ സ്നാനത്തോടു കൂടിയാണ്. അതിനുശേഷം ബൈബിൾ ഞാൻ വായിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ ഞാൻ പോയി. അവിടെ വെച്ച് അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെയും എനിക്കിടയായി. ആദ്യമായി ജീവിതത്തിൽ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ വയറ്റിൽ നിന്ന് വലിയൊരു പോയിസൺ, കൈവിഷമെന്ന് പറയുന്ന ആ സാധനം ഛർദ്ദിച്ച് പുറത്തു പോകാനിടയായി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. സമൂലമായ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ സംശയങ്ങൾക്ക് മറുപടി കിട്ടി. എൻ്റെ സംശയങ്ങൾ പ്രപഞ്ചോൽപ്പത്തിയും മനുഷ്യന്റെ ഉൽപ്പത്തിയും മനുഷ്യൻ എന്തിനാണ് ഭൂമിയിലായിരിക്കുന്നതെന്നും ഒക്കെയുള്ള എൻ്റെ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ തുടങ്ങി. അതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നത് ഭൂമിയിൽ മനുഷ്യനായിരിക്കുന്നത് തിന്നും കുടിച്ചും ആനന്ദിച്ചും മദ്യപിച്ചും ജീവിതം ആസ്വദിപ്പിച്ചത് അവസാനിപ്പിക്കാൻ എന്നുള്ളതായിരുന്നു എൻ്റെയും ചിന്താഗതി. പക്ഷെ അതല്ല ജീവിതമെന്നും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായൊരു തേജോമയനായ ദൈവമുണ്ടെന്നും ആ ദൈവം മനുഷ്യനെ ഇവിടെ ആക്കിയിരിക്കുന്നതിന് പിറകിൽ ഒരു ലക്ഷ്യമുണ്ടെന്നും ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ എനിക്ക് ബൈബിൾ ആത്യന്തികമായി വായിക്കാൻ തുടങ്ങിയപ്പോൾ, ഉൽപ്പത്തി മുതൽ ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞാൻ ബൈബിളിനെ കൂടുതൽ സ്നേഹിക്കുവാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കടന്നു വന്നു. എന്നെ കാണുന്നവർക്ക് ഞാനൊരു അത്ഭുതമായി തീർന്നു. കാരണം പലപ്പോഴും ഞാൻ വിചാരിച്ച ഈ മദ്യപാനത്തിൽ നിന്നും ലഹരിയിൽ നിന്നും എങ്ങനെ എനിക്കൊന്നൊരു മാറ്റം വരുവാൻ കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പൊട്ടിക്കരഞ്ഞ നാളുകളുണ്ട്. എന്നാൽ ഇന്ന് ഞാനൊരു നിഷ്കളങ്കനായി എന്നെ ദൈവം മാറ്റി. സ്വർഗീയമായ ഒരുപാട് ദർശനങ്ങളെ എനിക്ക് വലിയവനായ ദൈവം എനിക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നു. വലിയ പ്രശ്നങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിശ്വാസ ജീവിതത്തിൽ എല്ലാവരെയും പോലെ കടന്നു വന്നു. കാരണം ഒരു പാരമ്പര്യത്തിൽ നിന്ന് അത് വിട്ടൊരു പുതിയ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി വലിയ പ്രശ്നങ്ങൾ കടന്നു വന്ന സമയത്ത് ഒരിക്കൽ ഞാൻ രഹസ്യമായി പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ അതിരാവിലെ സ്നേഹമസൃണമായ ഒരു ശബ്ദം ഞാൻ കേട്ട് ഞെട്ടി ഉണർന്നു. കുഞ്ഞേ മകനെ എന്നുള്ള ആ ശബ്ദം എൻ്റെ യേശു കർത്താവിന്റെ ഇമ്പമാർന്ന സ്വരമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ആശ്ചര്യമായി തന്നെ വലിയൊരു അഗ്നിയുടെ സാന്നിധ്യമായി ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം എൻ്റെ അമ്മയുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അമ്മയ്ക്കും കാണുവാൻ സാധിച്ചു. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കുകയും ദൈവത്തിന്റെ ദാസന്മാരിലൂടെയും ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവിതത്തിലെ എൻ്റെ ബാല്യം മുതൽ ശൈശവം മുതലുള്ള പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരികയും അവരിലൂടെ എന്നോട് പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ സുവിശേഷത്തിനായി എൻ്റെ വേല ചെയ്യുവാനാണ് നിന്നെ കണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാക്കി എന്നോട് പറഞ്ഞു തരികയും അത് സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തതിനു ശേഷം ഞാനത് ഉൾക്കൊള്ളുകയും അങ്ങനെ അനേക സ്ഥലങ്ങളിൽ പോയി മദ്യത്തിലും ലഹരിയിലും സാമൂഹിക തിന്മകളിലും തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറകളെയും നമ്മുടെ കേരളത്തിലെ ഗൃഹനാഥന്മാരെയും കണ്ടുമുട്ടുവാനും ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന അനേകരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, സമൂഹത്തിന് നല്ലവരായി അവരെ മാറ്റുവാൻ സുവിശേഷ പ്രവർത്തനത്തിലൂടെയും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും കർത്താവിനിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ മാറ്റിയത്, എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തത് ഞാൻ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളുടെ അറിവോ തത്വശാസ്ത്രങ്ങളോ പരിണാമ സിദ്ധാന്തമോ നിരീശ്വരവാദ പുസ്തകങ്ങളോ ഞാൻ കണ്ടുകൂട്ടിയ സിനിമകളിലെ അറിവോ അല്ല. കാൽവറിയിൽ മാനവരാശിക്ക് വേണ്ടി യാഗമായ, ഒരു പാപവും ചെയ്യാതെ പാപി എന്ന് മുദ്ര കുത്തപ്പെട്ട് മാനവരാശിയുടെ സകല പാപങ്ങളും തോളിൽ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ യാഗമായി മാറിയ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തത്. അതുകൊണ്ട് പുതിയ നിയമ പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തു എന്ന നാമം മാത്രം. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും മദ്യപാനത്തിലോ ലഹരിയിലോ തകർച്ചയിലോ
ജീവിത നൈരാശ്യത്തിലോ അതോ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് തീരുമാനിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നുവെന്ന് 2 കൊരിന്ത്യർ 5:10 പറയുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിന്റെ കുരിശു മരണത്തിൽ വിശ്വസിക്കുകയും നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്ത് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധന്മാരുടെ ആരാധനയിൽ കടന്നുവന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയും, അതല്ല അതിനുശേഷമാണെങ്കിൽ കാഹളനാദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് രൂപാന്തര ശരീരമായി മാറും. ഒരിക്കലും അവസാനിക്കാത്ത ആ നിത്യസന്തോഷത്തിൽ പോയി ആ സന്തോഷത്തിൽ നമുക്കവിടെ കഴിയുവാൻ സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ രക്ഷയുടെ സന്ദേശത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ, ഈ വീഡിയോ കാണുന്നവർ, നിങ്ങൾ പണം മുടക്കേണ്ട, ഒരുപാട് യാത്രകൾ ചെയ്യേണ്ട, നിങ്ങളുടെ അനുതാപമുള്ള ഹൃദയം മാത്രം നിങ്ങൾ സമർപ്പിച്ചാൽ മതി. ബൈബിൾ പുതിയ നിയമത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 10:9 പ്രകാരം പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം സ്വന്തം പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുപാട് വഴികളിൽ ഒരു വഴി മാത്രമല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ട് ഞാൻ രോഗരക്ഷകനായ പാപവിമോചകനായ യേശുക്രിസ്തു എന്ന രക്ഷകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഈ രക്ഷയിലേക്ക് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷം 16:16 പ്രകാരം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടും. ആരെങ്കിലും ആത്മാർത്ഥമായി ഈ രക്ഷയുടെ സന്ദേശത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാൻ എൻ്റെ ഹൃദയം ഇപ്പോൾ ഈ നിമിഷം ഇതാ യേശുവിനായി സമർപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും സ്നേഹവാനുമായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. എന്റെ ജീവിത സാക്ഷ്യം കേട്ട് അനേകരെ, പ്രിയപ്പെട്ടവരെ ഞാൻ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവർ ആയിരിക്കുന്നിടങ്ങളിൽ സാന്നിധ്യം കൂടിയിരിക്കണം. ആരെങ്കിലും മദ്യത്തിനോ ലഹരിയിലോ ജീവിതത്തിന്റെ നൈരാശ്യങ്ങളിലോ തകർച്ചകളിലോ കടബാധ്യതകളിലോ രോഗാവസ്ഥയിലോ തകർന്നു പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ യേശുക്രിസ്തു എന്ന ലോകരക്ഷകനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അനുതാപ ഹൃദയത്തോടുകൂടി യേശു കർത്താവിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിജീവിതങ്ങളെ ഞാൻ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷത്തിൽ സ്വർഗീയമായ സമാധാനം അവരുടെ ഹൃദയത്തിലേക്ക് പകരണമേ. അവരെ നിത്യതയുടെ ഓഹരിക്കരാക്കി തീർക്കണമേ. അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി ഒരു പരിഹാരം കൊടുത്ത് യഥാർത്ഥ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവരെ നിത്യജീവന്റെ ഓഹരിക്കരാക്കി തീർക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതി കാണുവാൻ ഇടയാക്കണമേ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏത് മനുഷ്യനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് പറയുന്നു. കർത്താവേ, ആരും നിത്യനരകത്തിൽ പോയി കിടന്നു നിത്യദണ്ഡനമേറ്റ് നശിച്ചു പോകുവാൻ ഇടയാവരുതേ. ഓരോ പ്രിയപ്പെട്ടവരെ ഞാൻ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അവരെ പുതിയ സൃഷ്ടിയാക്കി തീർത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.